അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓലെ വർത്താനം കൊണ്ട് ശരിക്കും ഒരു ഡള്ളായി നിൽക്കുന്ന കുട്ടിയും പെട്ടെന്ന് നമ്മൾ പറയുമല്ലോ എന്നാൽ വാങ്ങാൻ നമുക്ക് പറ്റും എന്ന് തോന്നിപ്പോകും. സോ ഞാളെ സൂപ്പർ ഹീറോ ആവാൻ തീരുമാനിച്ചോലാണ്. സോ ഞാളും ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് സമയനഷ്ടം വേറൊന്നുമില്ല. ഓരോ പണി നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഓരോ പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക. സോ ഓരോ പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി കൃത്യമായിട്ട് ചെയ്യാം. ഹായ്, ഞാൻ ഹൗറ ഫാത്തിമ. ഞാനിവിടെ നേതാജി ഹോസ്റ്റലാണ് പഠിക്കുന്നത്, റേസിൻ്റെ. സോ എല്ലാവരും പറയും പോലെ ചെറുപ്പം തൊട്ടേ ഡോക്ടറാവുക അങ്ങനെയൊന്നുമല്ല. ഞാൻ അങ്ങനെ ചെറുപ്പം തൊട്ടേ ഡോക്ടർ ആവണമെന്ന് വെച്ച് വന്ന ആളൊന്നുമല്ല. എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻ ഡോക്ടറാണ്. പുള്ളിക്കാരൻ എയിംസിലാണ് വർക്ക് ചെയ്തതും പഠിച്ചതൊക്കെ. സോ ഓറാണ് എനിക്ക് എൻ്റെ കരിയർ ചൂസ് ചെയ്ത് തന്നത്. ഇത് നോക്കി എനിക്ക് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞത്. സോ ഓക്കെ ഫൈൻ, ഇവർ പറഞ്ഞതല്ലേ. പിന്നെ പാരൻസിനും ഹൗറാഞ്ഞി ഡോക്ടറാവ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ചേർന്നത്. പക്ഷേങ്കിൽ ടു ബി ഹോണസ്റ്റ്, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഡോക്ടറാവണം, എനിക്ക് ഡോക്ടറെ ആവണ്ടു എന്നായിപ്പോയി. കാരണം അത്രയും നല്ല സപ്പോർട്ടാണ്. അത് ഫാക്കൽറ്റീസിൻ്റെ ആയാലും ഇവിടുത്തെ ഡയറക്ടേഴ്സ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്താ പറയുക, ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഞാൻ കണ്ടതിൽ ദ ബെസ്റ്റ് മോട്ടിവേറ്റേഴ്സ് അത് SK സാർ ആയിക്കോട്ടെ, NZ ആയിക്കോട്ടെ, ഈവൻ ദിലീപ് സാർ ആയിക്കോട്ടെ, അഫ്സൽ സാർ ആയിക്കോട്ടെ, ഇവർ 4 പേരും മെഗാ കോംബോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓലെ വർത്താനം കൊണ്ട് ശരിക്കും ഒരു ഡള്ളായി നിൽക്കുന്ന കുട്ടിയും പെട്ടെന്ന് നമ്മൾ പറയുമല്ലോ എന്നാൽ വാങ്ങാൻ നമുക്ക് പറ്റും എന്ന് തോന്നിപ്പോകും. പിന്നെ ഓഫ്കോഴ്സ് ഞങ്ങളെ വാർഡൻ, പിന്നെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓക്കെ ഫൈൻ, എനിക്ക് ഡോക്ടറെ ആവുന്നുണ്ട്. വേറൊരു പ്രൊഫഷനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതെനിക്ക് ചേരുന്നില്ല. ഈവൻ വേറെ ഓരോ പ്രൊഫഷനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഇതെനിക്ക് വേണ്ട അങ്ങനെയാണുള്ളത്. എന്നെ സംബന്ധിച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പ്രാവശ്യം ഇപ്പോൾ ഈ ഒരു ഇയർ എനിക്ക് കിട്ടൂല, അതെൻ്റെ നമ്മളെ കൈമുള്ള സാധനമല്ല. നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ലേ, അത് മാത്രമേ ഉള്ളൂ. ഇനി കിട്ടിയില്ല വെച്ചാൽ അള്ളാഹ്ക്ക് കിട്ടിയില്ലല്ലോ, എൻ്റെ ഒരു കൊല്ലം പോയി, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരു കൊല്ലം എവിടെയും പോയിക്കില്ല. ഇവിടുന്ന് കുറേ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്, കുറേ കൈൻഡ് ഓഫ് സോറോസ്, കുറേ കൈൻഡ് ഓഫ് ലാഫ്സ് എല്ലാം കിട്ടിയേക്ക്, കുറേ എക്സ്പീരിയൻസ് എടുക്കുക. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടുന്ന് എനിക്കൊരു വർഷം കൊണ്ട് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിനി വേറെ ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ്, ഓക്കെ എനിക്ക് ഇങ്ങനെയും പറ്റും, എനിക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ +1 +2 പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇരുന്ന് പഠിച്ചിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ആളൊന്നുമല്ലേനു. പക്ഷെ ഇവിടെ വന്നേരും എനിക്ക് ഇങ്ങനെയും പറ്റും, എന്നെ കൊണ്ട് ഇങ്ങനെയും പറ്റും എനിക്ക് മനസ്സിലായി. സോ നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരു 2 വയസ്സ് 1 വയസ്സുള്ള കുട്ടി ഫസ്റ്റ് തന്നെ അപ്പാട് നടക്കൂലല്ലോ. കുറേ പ്രാവശ്യം വീണ് എണീച്ച് അങ്ങനെയാണ്. ആ കുട്ടീൻ്റെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനി വീണിട്ട് ആ കുട്ടി അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വീണെടുത്തുണ്ടാവും. ഈവൻ അങ്ങനെ വിചാരിക്കാതെ കുട്ടി നടക്കുന്നുണ്ടെങ്കിൽ അതേ കുട്ടികളാണ് നമ്മൾക്കും പറ്റും. 1 ഓടി വീണ് 2 ഓടി വീണ് 3 ഓടി വീണ് അത് കാര്യമില്ല. 4ാമത്തെ പ്രശ്നങ്ങൾ നടക്കും, ഉറപ്പായിട്ടും നടക്കും. സോ കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാലോ, എന്നിട്ടും കിട്ടിയില്ലേ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാലോ. നമ്മുടെ ലൈഫാണ്, നമുക്ക് മാത്രമാണ് നഷ്ടം. കിട്ടിയാൽ നമുക്ക് മാത്രമാണ് നല്ലത്. നാട്ടുകാർ പറയും, എൻ്റെ കുടുംബത്തിൽ നിന്ന് നാട്ടുകാരല്ലേ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞേക്ക് ഹൗറ ശരിക്കും റിപ്പീറ്റ് ചെയ്യാൻ പോവാ, എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ച ആളോട് ഇപ്പം എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേറൊരു പണിയുമില്ല, എനിക്ക് ഇതന്നെയാണ് പണി, എൻ്റെ ലൈഫാണ്, എനിക്ക് ഇതന്നെയാണ് പണി. സോ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക, നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. എല്ലാവരും പോവും ഒരു ടൈമിന് വന്നിട്ട് ഓരോ പണി നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഓരോ പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക. സോ ഓരോ പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി കൃത്യമായിട്ട് ചെയ്യുക. എൻ്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ പാരൻസ് ആണ്. എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ ഉമ്മ തന്നെ. പിന്നെ ലൈക്ക് വേറെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം വേണ്ട എന്നുള്ള വർത്താനം അല്ലാണ്ട് ഇനി നോക്ക് എന്നുള്ള വർത്താനമൊക്കെ കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഓരിലാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. പിന്നെന്ന് പറയുന്നത് കമ്പാരിസൺ, അങ്ങനത്തെ കുറേ എൻ്റെ നാട്ടിൽ നിന്നുണ്ടായിരുന്നു. എൻ്റെ കസിൻ സിസ്റ്റർ എൻ്റെ ഒപ്പം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ്. സോ ഓളുണ്ട് ഇനിയുണ്ട്, ഇപ്പം ഇനി ആയിരിക്കും കിട്ടുക എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വാപ്പയാണ് പറഞ്ഞത്, ആർക്ക് കിട്ടിയാലും ഇറ്റ്സ് ബെറ്റർ, നമ്മുടെ ഫാമിലിക്ക് ഒരു ഡോക്ടർ ഇറ്റ്സ് ബെറ്റർ. അങ്ങനെയാണ് എൻ്റെ വാപ്പ പറഞ്ഞത്. എൻ്റെ വാപ്പ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ വേറെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്ന് വേണേൽ പറയാം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആകുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്നുള്ള വ്യക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കാരും പഠിപ്പിച്ച് തന്നിട്ടല്ലല്ലോ നമ്മൾ ശ്വാസം വലിക്കുന്നത്. നമ്മളെ ജീവൻ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളെ ജീവന് ശ്വാസം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ എടുത്ത തീരുമാനമാണ് ശ്വാസം വലിക്കുക, അല്ലേ? അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവന് അനിവാര്യമായിട്ടുള്ള എന്താണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. വേറെ ആരോടും അതിനൊരു എന്താ പറയുക അഭിപ്രായം ചോദിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഓൽക്കായിരിക്കും സിൻസിയറായിട്ട് നിങ്ങൾ അങ്ങ് കൊമ്പത്തുള്ള വലിയ സംഭവമാണെന്നും ആഗ്രഹമില്ല. ഇനിയിപ്പോൾ ഡോക്ടറായാലും എൻ്റെ കസിന് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറാണ്, ഓറ് പറയലും എല്ലാം പോകും. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നമ്മൾ പേ ആവില്ല. ഓറ് ഓരോ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഇന്നേ വരെ ഓർക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന് പറയാം. സോ നമ്മളെ ലൈഫ് നമ്മളെ
സന്തോഷങ്ങൾ, നമ്മളോരോ മൂമെൻറ്റ്സ്, നമ്മളെ ഫാമിലിൻ്റെ ഉള്ള മൂമെൻറ്റ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സിനുള്ള മൂമെൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം ഒരു ജനതയ്ക്ക് വേണ്ടി മാറ്റി വെക്കാണ്. വി ആർ ദ സൂപ്പർ ഹീറോസ്. സോ ഞാളെ സൂപ്പർ ഹീറോ ആവാൻ തീരുമാനിച്ചോളാണ്. സോ ഞാളും ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് സമയനഷ്ടം വേറൊന്നുമില്ല. സോ ഇത്രയല്ലേ പറയാനുള്ളൂ. പഠിക്കുക, അടിപൊളിയാക്കുക, കുറേ കുത്തിരിഞ്ഞ് പഠിക്കുക എന്നല്ലാണ്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക. കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല. സ്മാർട്ട് വർക്ക് ചെയ്യുക, കിട്ടും, കിട്ടാണ്ടവിടെ പോകാനാ. ഇന്ന് കിട്ടിക്കില്ലേ നാളെ കിട്ടും, നാളെ കിട്ടിക്കില്ലേ മറ്റന്നാൾ കിട്ടും, അത്ര തന്നെ. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.